അസ്സാം വലൈക്കും. ഇത് ഷേദ ഷെറിൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂസുഫ് നബിന്റെ ചരിത്രമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ഖുറാനിൽ അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുള്ള നബിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബിന്റെയും മാതാവായ റാഹേലിന്റെയും മകനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം. യൂസുഫ് നബിക്ക് ഇളയ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ബെന്യാമിൻ. യാക്കൂബ് നബിക്ക് യൂസുഫ് നബിനോടും ബെന്യാമിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം തോന്നിയത്. യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു രാത്രിയിൽ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും യൂസുഫ് നബിക്ക് താങ്ങുബലവുമായി നിൽക്കുന്ന സ്വപ്നം കണ്ടു. യൂസുഫ് നബി ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ യൂസുഫ് നബിക്ക് അത് വളരെ അത്ഭുതമായി തോന്നി. യൂസുഫ് നബി യാക്കൂബ് നബിയോട് ഈ സ്വപ്നം വിവരിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അള്ളാഹു നിന്നെ ഒരു പ്രവാചകനാക്കാൻ തീരുമാനിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം വളരെയധികം അറിവുള്ള ഒരു പ്രവാചകനായിരുന്നു. യൂസുഫ് നബിയോട് പറഞ്ഞു, ഈ സ്വപ്നം നിന്റെ മറ്റുള്ള സഹോദരന്മാരൊന്നും അറിയാൻ പാടില്ല. അവരറിഞ്ഞാൽ നിന്നോടുള്ള ശത്രുത കൂടുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ മറ്റുള്ള സഹോദരങ്ങൾ ആ സ്വപ്നം അറിഞ്ഞു. അവർ തീരുമാനിച്ചു, യൂസുഫ് നബിയെ എന്നേക്കുമായി ഇല്ലാതെയാക്കണം. എന്നാൽ മറ്റൊരു മകൻ പറഞ്ഞു, യൂസുഫ് നബിയെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, യൂസുഫ് നബിയെ അതാ ആ കാണുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാം. പിന്നെ മറ്റു മക്കൾ പറഞ്ഞു, യാക്കൂബ് നബിക്ക് എന്താണ് യൂസുഫ് നബിനോട് ഇത്ര ഇഷ്ടം? യൂസുഫ് നബി സുന്ദരവാനായത് കൊണ്ടാണോ? യൂസുഫ് നബി സൗന്ദര്യവാനായത് കൊണ്ടാണോ? നബിയുടെ അരികിലേക്ക് ചെന്നു, ഉപ്പ, യൂസുഫ് നബിയെ ഞങ്ങൾക്ക് കളിക്കാൻ വിട്ടുതരണം. നബി അലൈഹിസ്സലാം പറഞ്ഞു, യൂസുഫ് നബി കളിക്കാൻ വിട്ടു തന്നാൽ നിങ്ങൾ കളിക്കുമ്പോൾ ചെന്നായെങ്കിലും കടിച്ചു കൊണ്ടുപോയാലോ? യാക്കൂബ് നബി ഭയന്നു. എന്നാൽ മറ്റുള്ള സഹോദരങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജനല്ലേ, യൂസുഫ് നബിക്കൊന്നും പറ്റില്ല. എന്നാൽ യാക്കൂബ് നബി ഭയന്നു. പിന്നീട് യൂസുഫ് നബി അവരുടെ കൂടെ അയക്കാൻ സമ്മതിച്ചു. യാക്കൂബ് നബിക്ക് തീരെ സമാധാനം കിട്ടിയിരുന്നില്ല. കാരണം ഇവരുടെ കൂടെയാണല്ലോ അയച്ചത്, യൂസുഫ് നബിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് യാക്കൂബ് നബി ഭയന്നു. അവർ പിന്നീട് യാത്രയായി. കൂടെ യൂസുഫ് നബിയും ഉണ്ടായിരുന്നു. യൂസുഫ് നബിയെ ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ അവർ വലിച്ചെറിഞ്ഞു. ഈ ചരിത്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചരിത്രം ഞാൻ കുറേ തവണ കേട്ടിട്ടുമുണ്ട്, കുറേ തവണ കരഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണിത്. അസ്സലാമു അലൈക്കും.